നമസ്കാരം. ഇന്ന് അസൻസോളിൽ വെച്ച് നടന്ന മറ്റൊരു സംഭവമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഓർക്കുമ്പോൾ അത് വളരെ തമാശയായിട്ട് തോന്നുമെങ്കിലും അന്ന് അത് വളരെ വളരെ ഗൗരവമുള്ള ഒരു കാര്യമായിരുന്നു. സംഗതി എന്താണെന്ന് വെച്ചാൽ, ഒരു കണ്ണൂക്കാരനാണ്, പേരെനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല. അയാൾ സുദർശൻ ചിട്ടി ഫണ്ടിൻ്റെ മാനേജറായിട്ട് അസൻസോളിലേക്ക് വന്നു. അത് വരികയെന്ന് വെച്ചാൽ അയാളുടെ മോഹം കൂടിയാണ്. വടക്കേ ഇന്ത്യയിൽ വരണം എന്ന് വിചാരിച്ചിട്ട് അവിടെ വന്ന് ചാർജ് എടുത്തു. അപ്പോൾ ഈ സുദർശൻ ചിട്ടി ഫണ്ടിൻ്റെ അപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാ വെച്ചാൽ, കാശ് കൊടുക്കാനുള്ള ആൾക്കാർക്ക് കാശ് കൊടുക്കാനില്ല, കിട്ടാനുള്ള ആൾക്കാർ കാശ് തരുന്നില്ല. അങ്ങനൊരു സന്ദർഭത്തിലാണ് ഇയാളവിടെ വന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് മാനേജർ എന്നുള്ള സീറ്റിലിരിക്കാൻ പറ്റില്ല. അങ്ങനെ അയാളാകെ വിഷമായി. അപ്പോൾ ഒരു ദിവസം ഇവരെല്ലാം കുറച്ച് സർദാർജിമാരോ വേറെ കുറേ ആൾക്കാരെ കൂടി വന്ന് ബഹളം വെച്ചു. ഇയാൾ പറഞ്ഞു, നാളെ എനിക്ക് ഞങ്ങൾക്ക് പൈസ തന്നില്ലെങ്കിൽ തന്നെ ഇവിടെ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞു. അയാൾ നാളെ തീർച്ചയായിട്ടും തരാം എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ ഒഴിവാക്കി. അയാൾ 5 മണിക്ക് ഓഫീസ് അടച്ച് അയാളാകെ പരിഭ്രാന്തനായി. ഒരു ഭാര്യയും ഒരു കുട്ടനും ഉണ്ണിയുണ്ട്. അങ്ങനെ അവർ ഒരു 7 മണിയാകുമ്പോൾ കുഞ്ചുണ്ണിയേട്ടൻ താമസിക്കുന്ന സ്ഥലത്ത് വന്നു. എന്നിട്ട് കുറേ പെട്ടികളും ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ അവിടെ അന്ന് അവർ വന്നത് എന്താണെന്ന് വെച്ചാൽ, രാത്രി പോകണം എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ കുഞ്ചുണ്ണിയേട്ടൻ പറഞ്ഞു, ഇപ്പം പോകണ്ട, അപ്പോൾ പോയിട്ട് കാര്യമില്ല, എപ്പോൾ പോയാലും ഹൗറയിൽ നിന്ന് പിറ്റേ ദിവസം വൈകിട്ടേ വണ്ടിയുള്ളൂ, അപ്പോൾ ഇപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് പോകണമെന്നായി. അതായത് ഒരുവിധം പോകണ്ടെന്ന് വെച്ചു. എന്നിട്ട് കുറച്ച് പണ്ടം വിറ്റിട്ട് കാശ് വേണം അയാൾക്ക് പോകാനുള്ള ചിലവഴിക്കോ മറ്റാണ്. അപ്പോൾ കുഞ്ചുണ്ണിയേട്ടനും പരിചയമുള്ള ആളുകളെല്ലാം പൈസ ഇത് കിട്ടുള്ളൂ. അങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് കുഞ്ചുണ്ണിയേട്ടൻ കൂട്ടി പോയി. അത് വിറ്റ് കാശാക്കി വന്നു. പിറ്റേ ദിവസം കാലത്ത് നേരത്തെ പോകാനുള്ള ഏർപ്പാട് ചെയ്യും. ഒരു 8 മണി കഴിഞ്ഞപ്പോൾ നമ്മുടെ മേനോൻ അവിടെ വന്നു. ഇവിടേക്ക് പോയി തിരിച്ചു വന്ന ആ മേനോനിൽ പറഞ്ഞു, എനിക്ക് ഇപ്പം തന്നെ പോകണം, തിരുമേനി ഇപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് നാളെ നേരത്തെ പോകണം 5 മണിക്ക്. അപ്പം മേനൻ പറഞ്ഞു, 5 മണിക്കൊന്നും പോകണ്ട, ഉച്ചയ്ക്ക് പോയാൽ മതി, വൈകിട്ടാണ് 200 കിലോമീറ്ററാണ് അസൻസോളിൽ നിന്ന് ഹൗറയ്ക്കുള്ളൂ. അത് പോരാന്നുകൊണ്ട് കാലത്ത് പോകാൻ തിരിച്ചേക്ക്. അങ്ങനെ മേനോട് പറഞ്ഞു, ഒരു ഓട്ടോറിക്ഷ ഇല്ല അന്ന്, ഈ സൈക്കിൾ റിക്ഷയുള്ളൂ, സൈക്കിൾ റിക്ഷ കൊണ്ടുവരാൻ പറഞ്ഞു. മേന ഒരു 5 സൈക്കിൾ റിക്ഷയിൽ വിളിച്ചു വന്നു ഉഷാഗ്രാമിൽ പോയിട്ട്. അതിങ്ങനെ ജാഥയായിട്ട് വന്നു. എൻ്റെ സാധനങ്ങളൊക്കെ കയറ്റി വെച്ചു. ഇയാൾ മകനും ഭാര്യയും പിന്നെ വെട്ടിയും മേനും ഒപ്പം പോയി. ഹൗറ വരെ പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ കയറി പോയി അവർ ജാഥയായിട്ട്. 5 സൈക്കിൾ റിക്ഷ ആവശ്യമില്ല സാറേ. എന്നിട്ട് പോയി. പിന്നെ ഒരു ഹൗറയിലെത്തിയപ്പോൾ മേനോൻ വിളിച്ചു. തൊട്ടടുത്ത ഹൗസ് ഓണറുടെ വീടുണ്ട്, ഡോക്ടർ ഘോഷ്, അയാളുടെ വീട്ടിലന്ന് ഫോണുള്ളൂ. അവിടേക്ക് വിളിച്ച് പറഞ്ഞു, ഇയാളുടെ പെട്ടി, ഒരു കാര്യമായിട്ട് പെട്ടി, അതിൽ കുറേ സർട്ടിഫിക്കറ്റ് എന്തൊക്കെ ഉണ്ടായുള്ളത്, കുറച്ച് പണ്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ പെട്ടി കിട്ടിയില്ലെങ്കിൽ കിട്ടണം, അപ്പോൾ അത് എൻ്റെ കയ്യിൽ കൊടുത്തേക്കാനാണ്. നോക്കുമ്പോൾ പെട്ടി അവിടെ ഉണ്ട്. ആ പെട്ടിയായിട്ട് ഞാൻ ഹൗറയ്ക്ക് പോയി. അവിടെ ചെന്ന് ഹൗറയിൽ പോയി അവിടെ ഇറങ്ങിയപ്പോൾ ഇയാളിങ്ങനെ കാത്തു നിൽക്കുക. ആ വഴിക്ക് വരുന്ന എല്ലാ ഇതിലും ട്രെയിനിലങ്ങനെ നോക്കിയെന്ന് എന്നെ കണ്ടപ്പോൾ ഇയാൾ ഹോൾഡിങ്ങിട്ട് വന്നിട്ട് എന്നെ എടുത്തു. കുറച്ച് ദൂരമാണ് എടുത്ത് നടന്നു അയാൾ സന്തോഷം കൊണ്ട്. അപ്പോൾ എനിക്ക് അയാളെ പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ. കാരണം ആളെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മീശ പഠിച്ചു, തല ആകെ മൊട്ടടിച്ചു, അങ്ങനെ എന്തൊക്കെയോ ഒരു പെട്ടെന്ന് അറിയില്ല അയാളെ. താടിയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അതൊക്കെ പഠിച്ച് എന്നിട്ട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അപ്പോൾ വൈകിട്ടാണ് അവിടെ നിന്നുള്ള മെയില്, അതിനാണ് പോരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ അവിടെ കഴിച്ചു കൂട്ടണം അയാൾക്ക്. അപ്പോൾ മേനം പറഞ്ഞു, ഞങ്ങൾ പോവുകയാണ്, താൻ ഇവിടെ ഇരുന്നുള്ള. അപ്പോൾ അയാൾക്ക് പേടിയുണ്ട്, കാരണം ഇവർ വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടേ. അങ്ങനെ ഞങ്ങൾ
പോന്നു. എന്താ രസം എന്ന് വെച്ചാൽ അയാൾ അന്ന് അപ്പം തന്നെ പോവുകയാണെന്ന് വെച്ചാൽ വൈകുന്നേരം 7 മണിക്ക് തന്നെ അസൻസോൾ സ്റ്റേഷനിൽ ചെല്ലുകയാണെന്ന് വെച്ചാൽ ഇവർ അവിടെയൊക്കെ പോയി അന്വേഷിച്ചിരണോ, താമസ സ്ഥലത്ത് പോയി. അപ്പോൾ അവിടെ ഇല്ല. നിങ്ങൾ ഈ കുഞ്ചുണ്ണിയേട്ടനോടേക്ക് വന്ന കാര്യം അവർക്ക് അറിയില്ല. അങ്ങനെ അവർ തിരിച്ചു പോവുകയാണല്ലേ അസൻസോൾ സ്റ്റേഷനിൽ. അതുകൊണ്ട് അതിൽ എന്താ രസം എന്ന് വെച്ചാൽ മേനോൻ പറയണേ, ഇയാൾ ട്രെയിനിൽ കയറി കുറച്ച് ദൂരമാണ് ചെന്നപ്പോൾ അയ്യോ എൻ്റെ പെട്ടി കാണാനില്ല, അത് റിക്ഷയിൽ വെച്ച് മറന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഞാനിപ്പോൾ ചാടും ട്രെയിനിൽ നിന്ന്, എൻ്റെ ഭാര്യയും മകനെയൊക്കെ മേനോൻ നോക്കണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ മേനൊരു ധൈര്യം കൊടുത്തു. മേനോനത്തൊന്നും അറിയില്ല കേട്ടോ. അത് ഞാൻ ആ തിരുമേനി കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് അവിടെ ഉണ്ട്, നമുക്ക് അഷ്ടമൂർത്തിയോട് പോയി പറഞ്ഞു കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് മേനോ എന്നിട്ട് പറയണേ, അയാൾ ചാടി കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെയും കൂടി നോക്കേണ്ടി വരില്ലേ. എന്നിട്ടാണ് എന്നെ വിളിച്ചത്. മേനറിയില്ല അത് അവിടെ ഇരിക്കുന്നത്. കാരണം മേനോ 7 മണിക്ക് 8 മണിക്ക് കയറി വന്ന ആൾക്ക് എവിടേക്കാണ് സാധനങ്ങൾ ഇരിക്കണമെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഒരു രസം ഉണ്ടായിട്ടുണ്ട്. അത് വളരെ കഷ്ടമാണ്. അല്ല, അന്ന് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഇവർ അവിടേക്ക് വരുമെന്നൊക്കെ പേടിച്ചിരിക്കുകയായിരുന്നു. അതൊന്നുണ്ടായില്ല. പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം മേന കുറച്ച് കാലം നാട്ടിലുണ്ടായി. അതിന് ശേഷമാണ് മരിച്ചത്. എന്നിട്ട് അയാളെ വിളിക്കലോ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സന്തോഷമായി എന്നൊക്കെ എപ്പോഴും വിളിച്ച് പറയാറുണ്ട്. വന്നു അങ്ങനൊരു കഥ ഉണ്ടായിട്ടന്ന്. അത് ഇപ്പം രസമാണെന്ന് തോന്നും, പക്ഷെ അന്നത് അത്ര രസമല്ല കേട്ടോ. കുറച്ച് ഗൗരവം ഉണ്ടായിന്.